മുട്ട ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മുട്ട എങ്ങനെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്? പലർക്കുള്ള സംശയമാണ്. യഥാർത്ഥത്തിൽ മുട്ട നമുക്ക് പുഴുങ്ങി കഴിക്കാം, പൊരിച്ച് കഴിക്കാം, ബുൾസൈ ഫോമിൽ കഴിക്കാം. പച്ച ഫോമിൽ കഴിക്കുന്ന അത്ര നല്ലതല്ല. എന്താന്ന് പറഞ്ഞാൽ മുട്ടയ്ക്കകത്ത് സാൽമണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ നശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ തിളയ്ക്കുന്ന ടെമ്പറേച്ചറിനകത്ത് ഏകദേശം 4 മുതൽ 5 മിനിറ്റ് വരെ ഇത് വേവിക്കണം. അത് നിങ്ങൾ പൊരിക്കുമ്പോഴായിക്കോട്ടെ, പുഴുങ്ങുമ്പോഴായിക്കോട്ടെ, പോർ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഈ മുട്ട ഒരു 4 മിനിറ്റെങ്കിലും വേവുന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകൾ പൂർണ്ണമായിട്ടും നശിക്കും. നിങ്ങൾക്ക് മുട്ട നന്നായിട്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ 6 മുതൽ 7 മിനിറ്റ് വരെ വേവിക്കുക. അതിൻ്റെ അകത്തുള്ള മഞ്ഞക്കരു എല്ലാം തന്നെ നന്നായിട്ട് കട്ടിയാവും. എന്നാൽ സോഫ്റ്റ് ആയിട്ട് മതി, അതിനകത്തുള്ള ബാക്ടീരിയകൾ മാത്രം നശിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് മുതൽ 4.5 മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാവും. പുഴുങ്ങി കഴിക്കുന്ന അപേക്ഷിച്ച് ഓംലെറ്റ് ആക്കി കഴിക്കുമ്പോൾ, അതായത് പൊരിച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും, നിങ്ങൾ കൊച്ചുകുട്ടികളാണെങ്കിൽ ഈ പ്രോബ്ലം ഇല്ല, മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ഓംലെറ്റ് ആക്കുന്നതിന് എണ്ണയുടെ അളവ് ചെറുതായിട്ട് ചേർക്കേണ്ടതുണ്ട്. ഒരു മുട്ടയ്ക്കകത്ത് ആവറേജ് ഒരു കാലറി 70 മുതൽ 75 ഗ്രാം വരെ ഉണ്ടാവും. എന്നാൽ ഇത് പൊരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ചേർക്കുന്ന എണ്ണയുടെ ആഡഡ് കാലറി പലപ്പോഴും ഒരു 40 മുതൽ 80 കാലറി അഡീഷണൽ ആയിട്ട് വരും. വെറുതെ ഒരു മുട്ട പൊരിച്ച് കഴിക്കുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരു 80 കാലറി കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ മെലിയണമെന്ന് ആഗ്രഹിക്കുന്ന, എണ്ണയുടെ അളവ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കൊളസ്ട്രോൾ കണ്ടന്റ് ഈ രക്തത്തിൽ കൂടുതലുള്ള ആൾക്കാരെല്ലാം തന്നെ മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് പൊരിക്കുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾ ബുൾസൈ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അത് നന്നായിട്ട് ആ ഒരു ഭാഗം വെന്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. പച്ച മുട്ട കഴിക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുക. നമ്മളിപ്പോൾ മയനൈസിനകത്തെല്ലാം തന്നെ മുട്ടയുണ്ട്. മയനൈസ് ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുക. പുറത്ത് നമ്മൾ മയനൈസ് ഉണ്ടാക്കി സാധാരണ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കരുത്. അപ്പോൾ മുട്ട എങ്ങനെ കഴിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ.